പ്രിയപ്പെട്ട ശ്രീ ഷാഹൽ ഹസൻ മുസ്ലിയാർ ചെയർമാൻ, വേദിയിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. എൻ്റെ സ്ഥാപനത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങിക്കുക എന്നതിൻ്റെ അപ്പുറം ഞാൻ പഠിച്ച ഒരു വിദ്യാലയത്തിൻ്റെ അധ്യാപകരുടെ എല്ലാം സ്നേഹം, ആദരം ഏറ്റുവാങ്ങുന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠമുണ്ട്. അക്ഷരങ്ങളെയും അധ്യാപകനെയും ബഹുമാനിക്കാനുള്ള ഒരു പാഠമുണ്ട്. അത് വലിയൊരു പാഠമായിരുന്നു. ആ പാഠമാണ് ജീവിതത്തിലെ ഒരു യാത്രയിൽ എന്നും അനുഗ്രഹമായി തീർന്നിട്ടുള്ളത്. എന്നോട് എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, അധ്യാപകൻ എന്ന് പറയുന്നത് ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരാൾ മാത്രമല്ല, നിൻ്റെ ഏതൊരു തരത്തിലുള്ള അറിവിനെയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് എന്തും ഒരു അധ്യാപകനാണ്, ആരും ഒരു അധ്യാപകനാണ് എന്ന്. ഈ TKM കോളേജ് അധ്യാപകരാൽ മാത്രമല്ല, അതിൻ്റെ അന്തരീക്ഷത്താലും എൻ്റെ ഒരു അധ്യാപകനായിരുന്നു. ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ള തീർച്ചയായുമായ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1980കളിൽ തന്നെ ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറികളുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു തരാനും ചെയ്യിക്കാനും കഴിയുന്ന അനധ്യാപകരുണ്ടായിരുന്നു, അധ്യാപകർ ക്ലാസ് എടുക്കാനുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു തരത്തിൽ നോക്കിയാലും ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. കാരണം ഞാനിത് പറയാൻ കാരണം, പിന്നീട് വന്ന വർഷങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയാണ് പല എഞ്ചിനീയറിംഗ് കോളേജുകളും പിന്നീട് നിലനിന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ട ലബോറട്ടറികളും അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിനേക്കാളും അപ്പുറം എനിക്ക് പറയാനുള്ളത് അധ്യാപകരെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾക്ക് നേതൃത്വ ഗുണങ്ങൾ നൽകാനായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഈ സ്ഥാപനം നടത്തിയിരുന്നു. ഒരു ഉദാഹരണം മാത്രം പറയാമെങ്കിൽ, ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഇവിടെ കോളേജിൽ. അന്ന് ആ പ്രോജക്റ്റിന് 1.5 ലക്ഷം രൂപയാണ് മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നത്, 5 വിദ്യാർത്ഥികൾക്കായിട്ട്. അന്ന് 1.5 ലക്ഷം രൂപയുടെ വില എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ചാൽ തന്നെ അറിയാം. ഒരു കണക്കും ചോദിച്ചിട്ടില്ല ഞങ്ങളോട്. എത്ര രൂപ ചിലവാക്കി, എങ്ങനെയാണ് നിങ്ങൾ ആ പണം ചിലവാക്കിയത്, എന്തൊക്കെ സാധനം വാങ്ങിച്ചു, എന്തുകൊണ്ടാണ് ചെയ്തത്, മാനേജ്മെൻറ്റിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 5 വിദ്യാർത്ഥികൾ ആ പണം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, ഇവിടുത്തെ വർക്ക്ഷോപ്പുകളിലും പല സ്ഥലത്തും നടന്ന് നിർമ്മിച്ചു, ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തു. എല്ലാം ഞങ്ങളുടെ സ്വന്തം ഡിസൈനിലായിരുന്നു. അതൊരു ഹൈഡ്രോളിക് സ്ലാബിൻ്റെ നിർമ്മാണം ആയിരുന്നു. പല വസ്തുക്കളും ഞങ്ങളന്ന് സ്വയം ചെയ്ത് പഠിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മൂന്നാംകുറ്റിയിലെ വെൽഡിംഗ് ഷോപ്പിലിട്ട് ഞങ്ങൾ പല എന്തൊക്കെയോ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് പറയാനുള്ളത്, വിദ്യാർത്ഥികൾക്ക് അവരുടെ ഐഡിയ ഉണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറുള്ളൊരു മാനേജ്മെൻ്റ് ആയിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇതിൻ്റെയൊക്കെ സ്കെച്ചുമൊക്കെ ആയിട്ട് എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ആൽബിൻ സാറ്. പലർക്കും ഓർമ്മയുണ്ടാകും അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഈ പടം വരച്ചുകൊണ്ട് ഞാനിവിടെ ചെന്നപ്പോൾ എന്നെ നന്നായിട്ടൊന്ന് ഫയർ ചെയ്തു. ഈ ഡ്രോയിങ് ഇതാണോ നീ വരയ്ക്കുന്ന ഡ്രോയിങ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണോ ഇത്? ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ ഇത്തരം ഒരു സ്കെച്ച് വെച്ചിട്ടാണോ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കും, ആ ഒരു ഫയറിങ്ങിൻ്റെ ഗുണം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാനത് ഓർമ്മിക്കും മനസ്സിൽ. ഒരു പ്രോജക്റ്റ് അതിൻ്റെ എത്രമാത്രം അതിൻ്റെ എലിമെൻ്റൽ ലെവലിലേക്ക് കടന്നു പോകണം, എത്രമാത്രം ഡീറ്റെയിലിങ്ങിലേക്ക് പോകണം എന്നുള്ളതെല്ലാം ആ ഒരു ഫയറിങ്ങിലൂടെ എനിക്കന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആൽബിൻ സാറ് നമ്മളെന്നും ഓർക്കുന്നത് ഫയറിങ്ങിലൂടെ മാത്രമാണ് പലരുമെങ്കിലും പോലും. അതുമാത്രമല്ല, ഞാൻ അന്ന് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട് ജോർജ് സാറിനെ കുറിച്ചും. ഞങ്ങളുടെ ജോമെട്രിക് ഡ്രോയിങ് പഠിപ്പിച്ച ജോർജ് സാർ. അദ്ദേഹത്തിന് ഒരു പാഷനായിരുന്നു ഡ്രോയിങ് പഠിപ്പിക്കുക. പ്രത്യേകിച്ചും ഡ്രോയിങ് എന്ന് പറയുന്നത് പല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് എന്തോ ഒരു ബാലികേറാമലയായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡ്രോയിങ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, ഒരു ഭട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കായിരുന്നു. പലർക്കും ഓർമ്മയുണ്ടാവും എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കെല്ലാം. ഒരു കാരണവശാലും ആ ടെക്സ്റ്റ് ബുക്ക് നീ വായിക്കരുതെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞ അഡ്വൈസ്. ഞാൻ പഠിപ്പിച്ചോളാം, അത് നീ പഠിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ആ പാഠം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ഞാൻ പിന്നീട് ISROയിൽ ഒരു എഞ്ചിനീയറായിട്ട് ഡ്രോയിങ്ങുകൾ വരയ്ക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് ഡ്രോയിങ്ങുകൾ വരച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് ഡ്രോയിങ്ങുകൾ വരയ്ക്കാനും റോക്കറ്റിൻ്റെ ഭാഗങ്ങളായിട്ടും മറ്റുമൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ള എഞ്ചിനീയേഴ്സിനെയും ഡ്രാഫ്റ്റ്സ്മാൻമാരെയുടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴെല്ലാം ഈ ജോർജ് സാറിനെ ഞാൻ ഓർമ്മിക്കുക.
അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചാൽ അത് 10 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം. അതിന് സ്കെയിലോ ഒന്നും ഉപയോഗിച്ച് നീ അളക്കാൻ പറ്റില്ല. സ്കെയിൽ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. 2 കുത്തിട്ട് അത് തമ്മിലുള്ള ദൂരം 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതാണ് അദ്ദേഹത്തിന് നിർബന്ധം. 2 വരകൾ തമ്മിലുള്ള കോൺ എത്രയാണെന്ന് വരച്ചാൽ 30 ഡിഗ്രി കോൺ വരച്ചാൽ അത് 30 ഡിഗ്രി ആയിരിക്കണം. അതിൻ്റെ ഒരു സെൻസ് നമുക്കുണ്ടാവണം. അല്ലാതെ ഒരു പ്രൊട്രാക്ടറിലൂടെ കാണുന്ന 30 ഡിഗ്രി അല്ല നിങ്ങളുടെ മനസ്സിൽ കാണുന്ന 30 ഡിഗ്രി. അത് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അതേ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വിദ്യാർത്ഥികൾ എഞ്ചിനീയർമാരായിട്ട് ഇതേ സ്ഥാപനത്തിൽ വന്നപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു വലിയ അധ്യാപകനും ഒരു സാധാരണ അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസമെന്ന്. അപ്പോൾ ആ വ്യത്യാസമാണ് എൻ്റെ പഠനം ഈ TKM കോളേജിലെ എനിക്കും ഒരുപാട് ആളുകൾക്കും ആ പ്രൊഫഷണൽ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കിയത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. വലിയ ദേഷ്യക്കാരെല്ലാവരും. അടിക്കാനും തല്ലാനും ഒക്കെ ഒരു മടിയുമില്ലാത്ത ആളുകളാണ്. അന്ന് എൻ്റെ ക്ലാസ്സിലുള്ള പിന്നീട് എൻ്റെ സുഹൃത്തായിരുന്നു സുരേഷ് ബാബു. അദ്ദേഹം പിന്നീട് IAS കാരനായി മാറി കേരള സ്റ്റേറ്റ് സർവീസിലുണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ ഫൈനൽ ഇയേഴ്സിന് നല്ല അടി കൊടുക്കുക എന്തൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാം തല്ലാനായിട്ട് അന്ന് ഫൈനൽ ഇയേഴ്സ് തയ്യാറായിട്ട് മുമ്പിൽ കൊണ്ടുവരുന്നു. ഫസ്റ്റ് ഇയർ ആയിട്ട് വന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഫൈനൽ ഇയറിനെ തല്ലുകയോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അന്നിവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളെല്ലാം തല്ലാനായിട്ട് റെഡിയായി ക്ലാസ്സിലേക്ക് ഇരച്ചു വന്നപ്പോൾ ഞങ്ങളെ തടഞ്ഞു നിർത്തിയ ഒരു അധ്യാപകനുണ്ടെന്ന്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഡോർ അടച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം ക്ലാസ്സിലിരുത്തിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അന്ന് ഇപ്പോഴും ഞാൻ എൻ്റെ കോരിത്തെരിപ്പോട് ഓർക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചതെന്ന്. ഒരു സീനിയേഴ്സിനെ എങ്ങനെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഒരു അഡ്വൈസായിരുന്നു അത്. മലയാളത്തിൽ പറഞ്ഞ നീയൊക്കെ ശിശുക്കൾ, നീയൊന്നും ഒന്നുമല്ല. ഒരു എൻജിനീയേഴ്സായിട്ട് ഫൈനൽ ഇയറിലായിട്ടിരിക്കുന്ന നീ എങ്ങനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളെല്ലാം അന്നൊരു ഫയറിങ്ങിലൂടെ പറഞ്ഞെങ്കിലും അദ്ദേഹം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ അന്ന് വാങ്ങിക്കേണ്ടിരുന്ന നല്ല അടി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ പല പല ഓർമ്മകളുണ്ട് അന്ന് ഈ കോളേജിൽ കടന്നു പോകുമ്പോഴെല്ലാം. വിദ്യാഭ്യാസത്തിൻ്റെ ഓർമ്മകൾ മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഓർമ്മകളും. അന്ന് ഈ കോളേജിൽ ഒരുപാട് അരാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആകാനും കഴിഞ്ഞു. അതിന് കുറച്ച് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ സിൽവർ ജൂബിലി കോളേജിൻ്റെ ആഘോഷിക്കുകയുണ്ടായത്. ഏകദേശം 10-15 ദിവസം നീണ്ടു നിന്ന ലക്ഷക്കണക്കിന് ആളുകൾ വന്നുപോയി ഈ കോളേജിൽ കണ്ട് പോയ ഒരു എക്സിബിഷൻ്റെ ഒരു ആഘോഷമായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. പലപ്പോഴും എൻ്റെ ക്ലാസ്മേറ്റ്സുകൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ആ വർഷത്തിൽ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷൻ നടന്നത്. അതിനെല്ലാം കുട്ടികൾക്ക് പൂർണ്ണ സഹായമായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ. നിങ്ങൾ അവരവരുടെ ലാബോറട്ടറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിച്ചിരുന്നു ഞങ്ങളെല്ലാം. അപ്പോൾ സാധാരണ കോളേജുകളിൽ കാണാത്ത ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളുടെ നിറഞ്ഞു നിന്നിരുന്നൊരു സ്ഥാപനമായിരുന്നു അത്. ഇപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വിദ്യാർത്ഥിയുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പാർട്ടാണ്. കാരണം ഒരു +2 കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ സ്ഥാപനത്തിൽ വരുന്ന ആൾ ഇത് കഴിഞ്ഞു പോകുമ്പോൾ ചെയ്യേണ്ട ജോലികൾ വളരെ വ്യത്യസ്തപ്പെട്ടതാണ്. അവൻ ശരിയായ ഫീൽഡിൽ എത്തിക്കഴിയുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്, പുസ്തകത്തിൽ കാണുന്നതൊന്നുമല്ല. അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നുള്ള ഒരു മഹത്തായ കർമ്മമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപകരും മാനേജ്മെൻറ്റും ചെയ്യേണ്ടത്. അതുതന്നെ ആയിരിക്കും അവർക്ക് തിരിച്ച് പോയി വർഷങ്ങൾക്ക് ശേഷം കോളേജിനെക്കുറിച്ച് പറയുമ്പോൾ നല്ല വാക്കുകൾ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതെനിക്ക് ഇന്ന് ഈ ബഹുമാനത്തിലൂടെ ഈ കോളേജിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്കിതാണ്, എന്നെ ഞാനാക്കിയ സ്ഥാപനമാണിത്. അതിന് ഞാൻ അങ്ങേയറ്റം ഈ സ്ഥാപനത്തോടും എന്നെ പഠിപ്പിച്ച അധ്യാപകരോടും എൻ്റെ മാനേജ്മെൻറ്റിനോടും കടപ്പെട്ടിരിക്കുന്നു. ആ കടപ്പാട് നിർവഹിക്കേണ്ടത് എനിക്ക് തിരിച്ചറിവുണ്ട്. കാരണം ഇവിടെ വരികയും ഇന്ന് ഈ മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ വിദ്യാർത്ഥികളോടും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തമെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്നും തയ്യാറാണ് എന്ന് അറിയിച്ചുകൊള്ളുന്നു. ഈ അനുഗ്രഹത്തിനും ആദരവിനും അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.